മക്കളെ, നമ്മളെ കാസർഗോട്ട് ആളയില്ലേ ഇറച്ചിക്കറിയും പത്തലും നിറഞ്ഞ കേട്ടിട്ടില്ലേ നിങ്ങൾ? ആ ഇറച്ചിക്കറി നെയ്ച്ചോറെല്ലാം ഒരുപാട് ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടും. പക്ഷെ അങ്ങനത്തതെല്ലാം മക്കളെ ഇറച്ചിക്കറി എന്ന് പറഞ്ഞാൽ ഇറച്ചിക്കറി എന്ന് പറഞ്ഞാൽ നമ്മളെ കാസർഗോട്ടാളെ റാത്തീവിൻ്റെ ഒരു ഇറച്ചിയുണ്ട്. അതിൻ്റെ രുചി പറയാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ടേസ്റ്റുമാണ്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മാസം റാത്തീവിൻ്റെ മാസമാണ്. ഈ റാത്തീവിൻ്റെ മാസത്തിൽ ഇറച്ചിക്കറിയും പത്തലും കൊടുക്കും. പത്തല് പോരെയെന്ന് കൊണ്ടുവരുന്നത് ഇറച്ചിക്കറി നമ്മുടെ പള്ളി ഇടുന്ന് മദ്രസൻ്റെ ഇടുന്ന് ഉണ്ടാക്കുന്നുള്ളത്. ഉണ്ടാക്കുന്ന ഒരു സീന് നോക്കിയാൽ കാണുമ്പോൾ തന്നെ ബായി നിലയില്ലേ വെള്ളം വരുന്നു. അങ്ങനെയുള്ളത് കാസർഗോട്ടാളെ ഒരിതാണ്. എല്ലാവരും റാത്തി മാസം ഒരുപാട് ആൾക്കാർ ഗൾഫിൽ നിന്നല്ല നാട്ടിലേക്ക് എത്താൻ കഴിയുന്ന നോക്കും. പക്ഷെ പ്രത്യേകത എന്താണെന്ന് വെച്ചാലില്ലേ, ഈ കൊറോണയ്ക്ക് മുന്നേ എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ലൈന് നിന്നിട്ട് ഇങ്ങനെ കൊടുക്കും. അത് ചെറിയ ആളെന്നില്ല, വലിയ ആളെന്നില്ല, പള്ളീൻ്റെ അടുത്ത് ഇങ്ങനെ ലൈൻ നിന്നിട്ട് ഇങ്ങനെ കൊടുക്കും. പക്ഷേ ഈ കൊറോണ കഴിഞ്ഞതിൻ്റെ ശേഷമില്ല, കുറേ പള്ളിയിലില്ലേ ലൈൻ നിന്നിട്ട് കൊടുക്കുന്നില്ല. റാത്തീബ് ചെല്ലിയാക്ക് പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പം ഞങ്ങൾ പാക്കാക്കുന്നത് എന്തെന്നറിയോ, റാത്തീബ് ചെല്ലിയാക്ക് പള്ളിൻ്റെ ഉള്ളിൽ റാത്തീബ് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ നേരം എന്തോ റാത്തീബ് ഉണ്ടെന്ന് തോന്നും. അത് കഴിഞ്ഞിട്ട് പുറത്ത് വരുമ്പോൾ ഓരോരു കെട്ട് കൊടുക്കും. ആ റാത്തീബ് ചെല്ലിയാക്കും. അതന്നെ 1/2 കിലോൻ്റെ കൂടുതലുണ്ട്. വെച്ചാൽ പ്രത്യേകത എന്ന് വെച്ചാൽ 11 പത്തലും ഇതുമാണ് കൊണ്ടുവരുന്നത്. ഒരു പോരെയുന്നു ഇറച്ചിക്കറി നമ്മുടെ പള്ളി വളപ്പം തന്നെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലേ, മദർസിൻ്റെ വളപ്പം തന്നെ. എന്നിട്ട് പിന്നെയെന്ന് വെച്ചാൽ ആ രാത്രി ആ പാക്കാക്കുന്ന ഒരു സീനാണ് ഇപ്പം നിങ്ങൾ കാണുന്നുള്ളത്. ഇത് പാക്കാക്കിയത് ഓരോ കറക്റ്റ് അതിന് തൂക്കം. ഒരാൾക്ക് കൂടുതലാവില്ല, ഒരാൾക്ക് ആവില്ല. അത് 1/2 കിലോനാണെങ്കിൽ 1/2 കിലോ. അത് കഴിഞ്ഞിട്ട് പൊരോതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മഹലത്തെ ആൾക്ക് മാത്രം കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരെല്ലാം കാത്ത് നിൽക്കുന്നത്. അതിനെന്ന് വെച്ചാൽ 3/4 കിലോനും 10 എല്ലാം ഉണ്ട് ആ പൊരോതി എന്ന് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ ആ പൊരോതിൻ്റെ പാക്കാക്കുന്നത് ഇത് കുറയാൻ പാടില്ല. ഒരു 100 ഗ്രാം വരെ കുറയാൻ പാടില്ല. കറക്റ്റ് തുലാസിൽ വെച്ചിട്ട് തൂക്കുന്നതാണ്. അപ്പോൾ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരെല്ലാം കൂടിയിട്ട് എന്താക്കുന്ന വെച്ചാലില്ലേ, അവിടെ ഒരു കോഴിക്ക അവിടെ ബാക്കി ബാലൻസ് വരുന്നത് അതിനിതാ ഇപ്പം ഞങ്ങളുടെ പള്ളിയിൽ കോഴി ബാക്കിയുണ്ട്. അങ്ങനെ അതിനെ ബാറ് വിളിച്ചിട്ട് എടുക്കുന്നത്. അതിനെടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പുറം വാശിയേറിയ വിളിയാണ്. ഒരുത്ത 100 വിളിക്കുമ്പോൾ ഒരുത്ത 5000 വിളിക്കും, 6000 വിളിക്കും. ഇങ്ങനെ അതിഗംഭീരമായി. പക്ഷേ ഈ റാത്തി മാസമില്ല ഞങ്ങളെ കാസർഗോട്ടാളെ വല്ലാത്തൊരു എന്ത് പറയാൻ ഞങ്ങൾക്ക് വാക്കില്ല.